സവർക്കറെ രാജ്യസ്നേഹിയായി അവതരിപ്പിക്കുന്നത് ബി.ജെ.പി. ആർ.എസ്.എസ്. അജണ്ടയാണ്. ഇത് പറയുന്നത് എം.കെ. മുനീറാണ്. കോൺഗ്രസിനും വ്യത്യസ്തമായൊരു അഭിപ്രായമല്ല ഉള്ളത് എന്നുള്ളത് നമുക്ക് ഉറപ്പാണ്. കാരണം കാസർഗോഡ് ഒരു സ്കൂളിലെ ക്വിസ് മത്സരത്തിന് ചോദിച്ച ഒരു ചോദ്യമാണ് ഏറ്റവും കൂടുതൽ കാലം ബ്രിട്ടീഷുകാരുടെ തടവറയിൽ കിടന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആര് എന്ന്. കുട്ടികൾക്ക് ഉത്തരമറിയാം, വി.ഡി. സവർക്കറാണ്. സവർക്കർ എന്നു മുതലാണ് കോൺഗ്രസിന് അപ്രിയനായി മാറിയത്? അതേപോലെ തന്നെയാണ് ലീഗിനും. സാറിന് എന്താണ് അഭിപ്രായം? ദേശസ്നേഹി അല്ലേ സവർക്കർ? ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഒരേ സ്ട്രീം മാത്രമല്ല ഉണ്ടായിരുന്നത്. നമ്മൾ പൊതുവേ സ്കൂളുകളിലൊക്കെ പഠിക്കുന്ന ചരിത്രത്തിൽ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ അഹിംസാത്മകമായ സമരം നടത്തി നമ്മൾ സ്വാതന്ത്ര്യ സമരം വിജയിച്ചു എന്നാണ് പഠിപ്പിക്കുന്നത്. പക്ഷെ അതോടൊപ്പം ഈ വയലൻറ്റ് റവല്യൂഷൻ വേണം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു വിഭാഗം, ശക്തമായൊരു വിഭാഗം കോൺഗ്രസ്സിലുണ്ടായിരുന്നു. വിപ്ലവകാരികൾ ഭഗത് സിംഗ് ഉണ്ടായിരുന്നു, ചന്ദ്രശേഖർ ആസാദ് ഉണ്ടായിരുന്നു, സുഭാഷ് ചന്ദ്രബോസ് ഉണ്ടായിരുന്നു, സവർക്കർ, ഇങ്ങനെ പോകുന്നൊരു വലിയ നിരയുണ്ട്. ബംഗാളിലെ സൂര്യസെൻ അടക്കമുള്ളവർ, ഇങ്ങനെ ഒരുപാട്. അത് എല്ലാ സംസ്ഥാനങ്ങളിലും അത്തരത്തിലുള്ള ആൾക്കാരും ഉണ്ടായിരുന്നു. കേരളത്തിലും ഉണ്ടായിരുന്നു. മറ്റേ ഡൈനാമിറ്റ് കേസിലൊക്കെ വന്നത് ഒക്കെ അങ്ങനെ പാലം ബോംബ് വെച്ച് തകർക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാരണം ബ്രിട്ടീഷുകാർക്കെതിരെയുള്ളൊരു സമരത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ്. അതിലെ ഒരു കാര്യമുള്ളതെന്ന് വെച്ചാൽ, ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സമരത്തിൽ ഒരു പങ്കുമില്ലാതിരുന്നൊരു വിഭാഗമാണ് മുസ്ലിം ലീഗ്. മുസ്ലിം ലീഗിന് എന്താ പങ്കുണ്ടായിരുന്നത്? കോൺഗ്രസ് ആയിരുന്നു സമരം നയിച്ചുകൊണ്ടിരുന്നത്. കോൺഗ്രസ് മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വന്നപ്പോഴാണ് കോൺഗ്രസ് ഒരു ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുന്നത്. ആ ജനകീയ പ്രസ്ഥാനമായിട്ട് മാറുന്ന സമയത്ത് തന്നെ കോൺഗ്രസ് ഹിന്ദുക്കളുടെ സംഘടനയാണ്, അതിൽ ഞങ്ങൾ ചേരില്ല എന്ന് തീരുമാനിച്ചവരാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ. അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് 1906 അവർ മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. ഡിസംബർ 31 മുസ്ലിം ലീഗ് ഉണ്ടാക്കിയത്. കാരണം അത് ഹിന്ദുക്കളുടെ സംഘടനയാണ്, ഞങ്ങളതിനകത്ത് ചേരില്ല എന്നാണ്. എന്ന് മാത്രമല്ല, പല സന്ദർഭങ്ങളിൽ ഇവർ ബ്രിട്ടീഷുകാരോടൊപ്പം നിന്നിട്ടാണ് പ്രവർത്തിച്ചിരുന്നതും. ഇതൊക്കെ ചരിത്ര സത്യങ്ങളല്ലേ. ബ്രിട്ടീഷുകാർക്ക് അവരോട് അതിൻ്റെ കൂറും ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യത്തിന് ശേഷവും ബ്രിട്ടീഷുകാരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നതും പാകിസ്ഥാനെ തന്നെയാണ്. കാരണം ബ്രിട്ടീഷുകാർക്ക് പാകിസ്ഥാനോടൊരു ചായ്വ് പണ്ട് മുതലേ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, മുസ്ലിം ലീഗുകാർക്ക് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കാണുള്ളത്? മുസ്ലിം ലീഗുകാർക്കില്ലല്ലോ. ജിന്ന സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നിന്നൊരാളല്ലല്ലോ. ജിന്നയുടെ ഡിമാൻഡ് ഇന്ത്യ സ്വതന്ത്രമാകണമെന്നല്ല, എനിക്ക് പാകിസ്ഥാൻ വേണമെന്നായിരുന്നു. ഒരു മുസ്ലിം രാഷ്ട്രം എനിക്ക് വേണമെന്നാണ് ജിന്നയുടെ ഡിമാൻഡിൻ്റെ ആ കാതൽ. ഇന്ത്യ സ്വതന്ത്രമാകണം എന്നുള്ളതായിരുന്നില്ല. ഇന്ത്യ അവിഭാജ്യമായൊരു ഘടകമായി സ്വാതന്ത്ര്യമാകണമെന്ന ആഗ്രഹവും അതിനുവേണ്ടി പ്രവർത്തിച്ചിരുന്നത് മഹാത്മാഗാന്ധിയാണ്. കോൺഗ്രസ്സിലുള്ള എല്ലാവരും അഭിപ്രായക്കാരായിരുന്നില്ല. ഹിന്ദു മുസ്ലിം മൈത്രി എന്ന് പറയുന്നത് മഹാത്മാഗാന്ധിയുടെ ഒരു ആശയം എന്നല്ലാണ്ട് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിൻ്റെ ആശയമേ ആയിരുന്നില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇത് രണ്ടിനും അടക്കാണ് നിന്നത്. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഒരിക്കലും മഹാത്മാഗാന്ധി പ്രചരിപ്പിച്ച സത്യത്തിലും അഹിംസയിലും തനിക്ക് വിശ്വാസമില്ല എന്ന് ഗാന്ധിയെ 1927 എഴുതി അറിയിച്ച ആളാണ് കത്തിലൂടെ. ആ കത്ത് ഇപ്പോൾ പുറത്ത് വന്നിട്ടുണ്ട്. രാമചന്ദ്രയുടെ ഗുഹയുടെ പുസ്തകത്തിൽ ആ കത്ത് അങ്ങനെ തന്നെ കോട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാവുന്നതാണ്. ഗാന്ധി ദ ഇയേഴ്സ് ദാറ്റ് ചേഞ്ച്ഡ് ദ വേൾഡ് എന്ന് പറയുന്ന പുസ്തകത്തിൽ അത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഗാന്ധിയുടെ കൂടെ അങ്ങനെ ഇവരെല്ലാവരും ഗാന്ധിയുടെ കൂടെ ഒരു അടിമയെപ്പോലെ നിന്നിട്ടുള്ള ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. ഗാന്ധി പറയുന്നത് മുഴുവൻ വിശ്വസിച്ചുകൊണ്ട്. അത് സർദാർ പട്ടേലാണ്, വേറെ ആരുമല്ല. ബാക്കിയുള്ളവർക്കൊക്കെ ഇതിനും ഗാന്ധിയോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധിയുമായിട്ട് തെറ്റിപ്പിരിഞ്ഞിരുന്നു. ഇപ്പോൾ ഗാന്ധിയെ 30 മറ്റേ ഉപ്പു സത്യാഗ്രഹം നടത്തുന്ന സമയത്ത് ഗാന്ധിയെ പരിഹസിക്കാൻ വേണ്ടി അവിടെ പോയ ആളുടെ പേരെന്താണെന്നറിയാമോ? സരോജിനി നായിഡു. സരോജിനിക്ക് പരിഹാസമായിരുന്നു. ഈ കിളവൻ എന്താ ചെയ്യാൻ പോകുന്ന, ഇയാൾ അവിടെ പോയിട്ട് ഉപ്പ് കുറുക്കിയിട്ട് എന്ത് ചെയ്യുമെന്നാണ് ചോദിച്ചിരുന്നത്. അപ്പോൾ അതാണ്, അതിലൊന്നും നെഹ്റുവിൻ്റെ പേരേ ഇല്ല ആ സന്ദർഭത്തിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മുനീറിൻ്റെ പാർട്ടിയായ മുസ്ലിം ലീഗിന് സ്വാതന്ത്ര്യ സമരത്തിൽ എന്ത് പങ്കുണ്ട്? അതാദ്യം അദ്ദേഹം വിശദമാക്കട്ടെ. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം സ്വാതന്ത്ര്യ സമരത്തിലില്ല.
പാകിസ്ഥാൻ വേണം എന്ന ആഗ്രഹത്തിൽ അവർക്ക് പങ്കുണ്ടായിരുന്നു. 1947 ഓഗസ്റ്റ് 14 വരെ അവർ ആ നിലപാടിൽ ഉറച്ചു നിന്നിരുന്നു. 13 അവർക്ക് 14 അവർക്ക് പാകിസ്ഥാൻ കിട്ടി, അവർ പോവുകയും ചെയ്തു. അത് കഴിഞ്ഞാൽ പിന്നെ വിഭജനവും പ്രശ്നങ്ങളും ഒക്കെ വരുന്നത്. ഇതെല്ലാം വരുന്നുണ്ട്. അപ്പോൾ അതാണ് മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം. ആ മുസ്ലിം ലീഗിൻ്റെ പാരമ്പര്യം മുനീറിന് അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളതെന്നും കൂടി അറിയണമല്ലോ. ഇനി സവർക്കറാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനികളിൽ, ദേശീയ നേതാക്കളിൽ, ദേശീയവാദികളിൽ ഈ രാജ്യത്തോട് അസാമാന്യമായ കൂറ് പ്രകടിപ്പിച്ചിട്ടുള്ളവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ കാലം ജയിലിൽ കിടന്നത് ഇദ്ദേഹമാണ്. 2 സന്ദർഭങ്ങളിൽ 2 കേസുകളായിട്ട് 50 കൊല്ലം ജീവപര്യന്തം തടവിന് വിധിച്ചതാണ് ബ്രിട്ടീഷുകാർ. 10 കൊല്ലം ആൻഡമാനിലെ സെല്ലുലാർ ജയിലിൽ കഴിഞ്ഞ ഒരാളാണ്. അല്ലാതെ വലിയ പീഡനം ഉണ്ടായിരുന്നു. വലിയ പീഡനം സഹിച്ച് കഴിഞ്ഞു. അങ്ങേരുടെ ആരോഗ്യം മോശമായി. അങ്ങേർക്ക് പിന്നീട് അതിൽ നിന്ന് മോചനം കിട്ടി വന്നിട്ട് 37 വരെ അങ്ങേര് നല്ല നടപ്പിലായിരുന്നു. ഹൗസ് അറസ്റ്റിൽ പോലെയുള്ള ഇതായിരുന്നു, ഇൻറ്റേൺമെൻറ്റിലായിരുന്നു, നല്ല നടപ്പിലായിരുന്നു. അപ്പോൾ അങ്ങനെ ബ്രിട്ടീഷുകാർ ട്രീറ്റ് ചെയ്ത ഒരാളുടെ സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻറ്റ് ചോദ്യം ചെയ്യുന്നത് ഇന്ത്യയെ വിഭജിച്ച് ഞങ്ങൾക്ക് മുസ്ലിം രാജ്യം വേണമെന്ന് ആവശ്യപ്പെട്ട ഒരു പാർട്ടിയുടെ അവക്ഷിപ്തമായി കേരളത്തിലും ഇന്ത്യയിലും നിലനിൽക്കുന്ന മുസ്ലിം ലീഗിൻ്റെ നേതാവാണ് എന്നുള്ളതാണ് ഇതിലെ വൈരുദ്ധ്യം. അതാണ് ഇതിലെ വൈരുദ്ധ്യം. അത് നമുക്ക് അങ്ങനെ കാണാൻ പറ്റില്ല. സവർക്കറോട് അഭിപ്രായ വ്യത്യാസം ഒരുപാട് പേർക്കുണ്ടായിരുന്നു. നെഹ്റുവിനോട് അഭിപ്രായ വ്യത്യാസം ഒരുപാട് പേർക്കുണ്ടായിരുന്നില്ലേ? നെഹ്റുവിൻ്റെ 1ാമത്തെ ക്യാബിനറ്റിൽ രാജഗോപാലാചാരിക്ക്, ഇവിടെ നിന്നുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുണ്ടായിരുന്ന ഫിനാൻസ് മിനിസ്റ്റർക്ക്, പിന്നെ മറ്റേ അംബേദ്കർക്ക്, KM മുൻഷിക്ക്, സർദാർ പട്ടേലിന്, ഇങ്ങനെ എത്രയോ പേർക്ക് നെഹ്റുവിനോട് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. അതായത് നെഹ്റുവിനെ എല്ലാവരും സ്വീകരിച്ചിരുന്നില്ലല്ലോ. നെഹ്റുവിനോട് ഒരുപാട് പേർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. ഗാന്ധിയോട് നെഹ്റുവിന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നല്ലോ. ഗാന്ധി തനിക്ക് അഹിംസയും സത്യവും പ്രാണവായു ആണെന്നാണ് ഗാന്ധി പറഞ്ഞത്. തനിക്ക് ആ പ്രാണവായു വേണ്ട എന്നാണ് നെഹ്റു പറഞ്ഞത്. എന്നുവെച്ചാൽ ഗാന്ധി എന്ത് പറഞ്ഞോ അതിനെ അടിവേരറുത്ത് അതിനോട് വിയോജിച്ച ഒരാളാണ് നെഹ്റു. അപ്പോൾ പിന്നെ എന്താണ് ഇവർ പറയുന്നത്? ഒരു പ്രസ്ഥാനത്തിലും ആ പ്രസ്ഥാനത്തിൽ വരുന്ന എല്ലാ നേതാക്കളും പ്രവർത്തകരും ഒരേ അഭിപ്രായത്തിൽ പോവില്ല. ഓരോരുത്തർക്കും പലപ്പോഴും വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാകും. പക്ഷെ ചില പൊതു കാര്യങ്ങളിൽ അവർ യോജിപ്പിലെത്തും എന്നുള്ളതാണ് വസ്തുത. ചില പൊതു കാര്യങ്ങളിലാണ് അതെത്തുക. കാരണം ഈ കോൺഗ്രസ്, പിന്നെ ഗാന്ധിയും കോൺഗ്രസുമായിട്ട് സവർക്കർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സത്യമല്ലേ അത്? അഭിപ്രായ വ്യത്യാസം എന്തായിരുന്നു? ഗാന്ധി പറയുന്ന ഈ രീതിയിലുള്ള ഈ കാര്യം കൊണ്ട് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടാൻ കഴിയില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടണമെങ്കിൽ സായുധ സമരം എടുക്കണം. അത് ഒരുപാട് ആൾക്കാർക്ക് അതിലെന്താ ഒരു തെറ്റുള്ളതെന്നാണ് ഞാൻ ചോദിക്കണം. അങ്ങനെ ഒരു അഭിപ്രായം അവർ പ്രചരിപ്പിച്ചിരുന്നു. അതെ, തെറ്റില്ല, വിയോജിക്കാമല്ലോ. അതൊരു അടിസ്ഥാനപരമായിട്ടൊരു വ്യത്യാസമാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കോൺഗ്രസ് ചേർന്ന് പ്രവർത്തിച്ചില്ല. ഇതേ കാര്യം കൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ ചേർന്ന് പ്രവർത്തിച്ചിട്ടും ഇതേ കാര്യം കൊണ്ട് തന്നെയല്ല സുഭാഷ് ചന്ദ്രബോസ് പുറത്തു പോയത്, INA ഉണ്ടാക്കുന്നത്. ഇതേ കാര്യം കൊണ്ട് തന്നെയല്ലേ? അതെ. പിന്നെ എത്രയോ പേര് ഈ കോൺഗ്രസിൻ്റെ ഇന്ത്യൻ നാഷണൽ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി വന്നിട്ട് സെപ്പറേറ്റ് ചെയ്തു പോയി. സോഷ്യലിസ്റ്റുകൾ അങ്ങനെയല്ലേ? അതെ. ആചാര്യ നരേന്ദ്രദേവിൻ്റെയൊക്കെ നേതൃത്വത്തിലുണ്ടായിരുന്ന സോഷ്യലിസ്റ്റുകൾ അങ്ങനെ പോയില്ലേ? ഇവിടുത്തെ എന്താണ് സ്വതന്ത്ര പാർട്ടി തമിഴ്നാട്ടിൽ അങ്ങനെ പോയതല്ലേ? അപ്പോൾ ഒരുപാട് പേര് ഈ രീതിയിൽ വന്നിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ അവരെല്ലാവരും മോശക്കാർ, ഞങ്ങൾ മാത്രം നല്ലവർ എന്ന് പറയാൻ പറ്റുമോ? ഇല്ല, അത് പറയാൻ പറ്റില്ല. അപ്പോൾ സവർക്കർ മാത്രമല്ല അതിനകത്തുണ്ടായിരുന്നത്. ഗാന്ധിയോടും ഗാന്ധിയുടെ സിദ്ധാന്തത്തോടും വിയോജിച്ചിരുന്നവരിൽ പ്രമുഖൻ, സവർക്കറേക്കാൾ പ്രമുഖനായിരുന്നു ജവഹർലാൽ നെഹ്റു. സത്യത്തിലും അഹിംസയിലും തനിക്ക് വിശ്വാസമില്ല എന്ന് ഗാന്ധിയെ എഴുതി അറിയിച്ച ജവഹർലാൽ നെഹ്റു.
ഈ ഗാന്ധി അവലംബിക്കുന്ന മാർഗത്തിലൂടെ പോയി കഴിഞ്ഞാൽ സ്വാതന്ത്ര്യം കിട്ടുമില്ല എന്ന് വിശ്വസിച്ചിരുന്ന സവർക്കർ മാത്രമല്ല, സുഭാഷ് ചന്ദ്രബോസ് ഗാന്ധി പട്ടാഭി സീതാരാമയ്യയെ നിർത്തി കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റിയിലേക്ക്. ആളുകൾ വോട്ട് ചെയ്തത് കോൺഗ്രസ് പ്രസിഡൻ്റായിട്ട് പട്ടാഭിക്കല്ല, സുഭാഷ് ബോസിനായിരുന്നു. അപ്പോൾ അത്ര ശക്തമായ എതിർപ്പും സുഭാഷ് ബോസിന് അത്രയേറെ ആരാധകരും ഉണ്ടായിരുന്നു കോൺഗ്രസിനകത്ത്. ഞാൻ അതുകൊണ്ടാണ് പറയുന്നത്, ഈ കോൺഗ്രസിനകത്തുണ്ടായിരുന്ന എല്ലാവരും ഈ പറയുന്ന രീതിയിൽ ഗാന്ധിയുടെ ആശയങ്ങളിൽ മാത്രം, ഗാന്ധിയുടെ ആശയങ്ങളിൽ വളരെ കുറച്ച് പേരെ ഉണ്ടായിരുന്നുള്ളൂ. തൻ്റെ ആശയങ്ങൾക്ക് ഒപ്പം നിൽക്കാവുന്നത് വളരെ കുറച്ച് പേരാണ് എന്ന് ബോധ്യമുള്ളതുകൊണ്ടാണ് അദ്ദേഹം നടത്തിയ ഏറ്റവും സുപ്രധാനമായ സമരം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ അദ്ദേഹത്തിൻ്റെ ആശ്രമത്തിലുള്ള 70 പേരെയാണ് 72 പേരെ മാത്രമേ പങ്കെടുപ്പിച്ചുള്ളൂ. വേറെ ആരെയും പങ്കെടുപ്പിച്ചില്ല. അതുകൊണ്ടേ അങ്ങനെയാണെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളുണ്ടായിരുന്നില്ല, ഇവരൊക്കെ പങ്കെടുക്കായിരുന്നില്ല. ഇല്ല, അവർക്കൊക്കെ അതിനോട് പുച്ഛമായിരുന്നു. അപ്പോൾ അത് ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഗാന്ധിയോട് വിയോജിപ്പുണ്ടായിരുന്നു എന്നുള്ളത് ഒരു മാനദണ്ഡമാക്കി എടുത്തു കഴിഞ്ഞാൽ ജവഹർലാൽ നെഹ്റു മുതൽ ഇങ്ങോട്ട് ഒരുപാട് പേരാ അതിൽ ഗാന്ധിയോട് പറയുന്നത്, ഗാന്ധി പറഞ്ഞത് തെറ്റാണോ ശരിയാണോ എന്ന് നോക്കാതെ അനുസരിച്ചിരുന്ന ഒരാളാണ് സർദാർ പട്ടേൽ. അതിനുവേണ്ടി ഒരുപാട് ത്യാഗം സഹിക്കുകയും സർദാർ പട്ടേലിന് ലഭിക്കാമായിരുന്ന ഒരുപാട് പദവികൾ, സ്വതന്ത്ര അല്ലെങ്കിൽ ആദ്യത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അടക്കമുള്ള പദവികൾ അതിൻ്റെ പേരിൽ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുള്ള ഒരാളാണ്. എന്തുകൊണ്ടാണ് ഈ സവർക്കറോട് ഇവർക്ക് അത്ര വിരോധം വരുന്നതിൻ്റെ കാര്യം? സവർക്കർ ഹിന്ദുത്വത്തിന് വേണ്ടി നിലനിന്ന ആളാണ്. പാകിസ്ഥാൻ വേറെ പോകുമ്പോൾ ഇതൊരു ഹിന്ദു രാജ്യമായിട്ട് നിൽക്കണമെന്ന് ആഗ്രഹിച്ച ഒരാളാണ്. അങ്ങനെ ഒരാൾക്ക് ആഗ്രഹിക്കാമല്ലോ. നിങ്ങൾ യോജിക്കണ്ട എന്ന്. അല്ല, പാകിസ്ഥാൻ എന്ന് പറയുന്നത് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കാൻ വാദിക്കുന്നത് തെറ്റല്ല, ഹിന്ദു രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് പറയുന്നത് തെറ്റാണ് എന്നാണ് ലീഗ് പറയുന്നത്. അത് ലീഗിൻ്റെ അഭിപ്രായമാണ്. ലീഗിന് അങ്ങനെ അഭിപ്രായമാകാം. കാരണം ലീഗ് ഇപ്പോൾ ഇവിടെയല്ല. ഇത് അന്ന് അവിടെ പോയിരുന്നെങ്കിൽ അഭിപ്രായം ഉണ്ടാകുകയില്ലായിരുന്നു. അന്ന് അവിടെ പോയിരുന്നെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ പോലും കഴിയില്ലായിരുന്നു. ഇപ്പോൾ പാകിസ്ഥാൻ്റെ അവസ്ഥ അറിയില്ലേ? ഇവിടെ നിൽക്കുന്ന കാരണം ഇങ്ങനെ ജീവിച്ചു പോകാൻ കഴിയുന്നുണ്ട്. അല്ലെങ്കിലോ പാകിസ്ഥാൻ്റെ ഇപ്പോഴത്തെ ഒരവസ്ഥയില്ലേ? ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടി 3 പേരെ കൊല്ലുക, 1 കിലോ മൈദയ്ക്ക് 1500 രൂപ കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ പാകിസ്ഥാൻ വന്നു. ഇന്നിപ്പോൾ പാകിസ്ഥാനിൻ്റെ ഒരു സംഗതി ഉള്ളതെന്ന് വെച്ചാൽ, ഇസ്രയേലും സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടി ഒരു ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട്. ഏത് രാജ്യത്തിനെതിരെ ആക്രമണം വന്നാലും ഞങ്ങൾക്കെതിരെയുള്ള ആക്രമണമായിട്ട് ഞങ്ങൾ തിരിച്ചടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെന്താ കാര്യം എന്ന് വെച്ചാൽ, പാകിസ്ഥാനെ കൂട്ടുന്നതിൻ്റെ കാരണം പാകിസ്ഥാന് മാത്രമാണ് ന്യൂക്ലിയർ ബോംബുള്ളത്, ന്യൂക്ലിയർ ആയുധമുള്ളത്. സൗദി അറേബ്യക്ക് കാശുമുണ്ട്, സാമാന്യം നല്ല സൈന്യമുണ്ട്. ഏറ്റവും കൂടുതൽ ആയുധശേഷിയുള്ള രാജ്യം തുർക്കിയാണ്. ഇവർ 3 പേരും കൂടി സമ്മേളിച്ചൊക്കെയാണ്. അപ്പോൾ ബാക്കി ഇസ്ലാമിക രാജ്യങ്ങൾക്ക് അത് ത്രെട്ടാണ്. വിശേഷം ഇറാനും ത്രെട്ടാണ്, ഇറാഖിനും ത്രെട്ടാണ്. അത് അവർ തമ്മിൽ കൈകാര്യം ചെയ്യട്ടെ, നമുക്കെന്താ അതിനകത്ത് പ്രശ്നം? പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഞങ്ങൾ ഇന്ത്യ ലൈവ് പതിപോലെ നമ്മൾ പറയുകയാണ്, മാധ്യമങ്ങളിൽ വരാത്ത, മറ്റു മാധ്യമങ്ങൾ പറയാത്ത വാർത്തകളാണ് നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവരുന്നത്. ഇത് പറയാൻ ഞങ്ങൾക്ക് പ്രേരണയും ശക്തിയും നിങ്ങളാണ്. നിങ്ങൾ ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്കൊരു ചാനൽ കൂടിയുണ്ട്, C4N, C4N മലയാളം. അപ്പോൾ ആ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഇന്ത്യ ലൈവ് ഉറപ്പായിട്ടും ചെയ്യണം. C4N കൂടെ, C4N, C എന്ന് പറഞ്ഞാൽ ക്രെഡിബിൾ, ഫോർ എൻ നേഷൻ, രാജ്യം. നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. രാജ്യം വിട്ട് ഒരു കാര്യവും ഇന്ത്യ ലൈവിനില്ല. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം എന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.